ഭൂരി ഇഷ്ടമാണെങ്കിലും നമുക്ക് എണ്ണ കുടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒന്നും ഇഷ്ടം ഉണ്ടാവാറില്ലല്ലേ. അപ്പോൾ തീരെ എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ഭൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഭൂരി ഉണ്ടാക്കുന്നത്. മൈദപ്പൊടി വെച്ചിട്ടാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ വേണ്ടത്ര എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗോതമ്പൊടി ആയാലും കുഴപ്പമില്ല, പിന്നെ മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് റവ ചേർക്കുകയാണ്. ഒരു 2 ഗ്ലാസ്സൊക്കെ ആട്ടപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു 3/4 ഗ്ലാസ്സൊക്കെ റവ എടുക്കുക കേട്ടോ. ആ ഒരു അളവിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ റവയും കൂടെ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. വറുക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി കൊഴിക്കുമ്പോൾ തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതും കൊഴിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നോർമലായിട്ടുള്ള പച്ചവെള്ളമാണ് നമ്മളിത് ചേർക്കേണ്ടത്. ചൂടുവെള്ളം ചേർത്താലാണ് നമുക്കിങ്ങനെ എണ്ണ കുടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ എന്ത് പൊടിയാണെങ്കിലും നമ്മൾ പച്ചവെള്ളത്തിൽ മാത്രമേ കൊഴിക്കാവൂ. അപ്പോൾ നമുക്ക് ഒട്ടും എണ്ണ ഇല്ലാതെ തന്നെ കൊഴിച്ചെടുക്കാൻ പറ്റും. ഭൂരി ചുട്ടെടുക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടണമെങ്കിൽ നമ്മൾ പച്ചവെള്ളം തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ നമ്മൾ പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ്സിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത്. അല്ലാണ്ട് ചപ്പാത്തിയൊക്കെ പരത്തും പോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ പരത്തിയെടുത്താലും മതി. അപ്പോൾ നമ്മളിതാ ഈ പ്രസ്സിൽ വെച്ചിട്ട് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ചെറിയ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചപ്പാത്തി പലല്ലേ അതുപോലെ പരത്താൻ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. കുറച്ച് ഓയിലൊന്ന് പരട്ടി കൊടുത്താൽ നല്ല സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭൂരിയും കൂടെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഭൂരിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ചൂടായ എണ്ണയിൽ നല്ല ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തന്നെ വേണം കേട്ടോ നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നാലേ നല്ല ബോൾ പോലെ ഇങ്ങനെ പൊള്ളി വരുമോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ബ്രൗൺ കളർ ആയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീരെ എണ്ണ കുടിക്കാത്ത ഭൂരി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും കമൻ്റായിട്ടും അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.